ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അങ്ങനെ നമ്മൾ അർജുൻ അശോകൻ അഭിനയിച്ച ആനന്ദ് ശ്രീബാല മൂവിയാണ് ഫസ്റ്റ് ഷോ കഴിഞ്ഞ് നമ്മൾ വന്നിരിക്കുകയാണ്. സോ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വിഷ്ണു വിനയ്, നമ്മുടെ ഡയറക്ടർ വിനയൻ സാറിന്റെ മകനാണ് വിഷ്ണു വിനയ്. പടം എഴുതിയേക്കുന്നത് നമ്മുടെ അഭിലാഷ് പിള്ളയാണ്, നമ്മുടെ മാളികപ്പുറമൊക്കെ ചെയ്ത പുള്ളിക്കാരനാണ്. സ്റ്റാറിംഗ് നമ്മുടെ അർജുൻ അശോകൻ ഉണ്ട്, അപർണദാസ് ഉണ്ട്, പിന്നെ സംഗീത മാധവൻ ഉണ്ട്, പിന്നെ സൈജു കുറുപ്പ് ഉണ്ട്, സിദ്ദിഖ് ഉണ്ട്, ധ്യാൻ ശ്രീനിവാസൻ ഉണ്ട്, അജു വർഗീസ് ഉണ്ട്. അങ്ങനെ കുറച്ച് അധികം ആൾക്കാരൊക്കെ ഉള്ള പടമാണ്. പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് മൂവി അല്ലെങ്കിൽ ഒരു വൺ ഡേ വാച്ചബിൾ മൂവി അത്രയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ബേസ് ആയിട്ട് പോകുന്ന പടമാണ്. സോ ഒരു ഭയങ്കര സ്ലോ ബേസ് ആയിട്ട് പോകുന്ന പടമാണ്. ആനന്ദ് ശ്രീബാല എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ അർജുൻ അശോകൻ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് അമ്മ മോൻ എന്ന് പറയുന്ന കുറച്ച് സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് വർക്ക് ആകുന്നുണ്ട്. അതായത് സംഗീത മാമാണ് നമ്മുടെ അർജുൻ അശോകന്റെ അമ്മയായിട്ട് വരുന്നത്. പുള്ളിക്കാരത്തിയുടെ ഒരു അമ്മ സീനും അല്ലെങ്കിൽ അവർ അമ്മയും മോനും തമ്മിലുള്ള സീനും കാര്യങ്ങളൊക്കെ ഒരു അൺവാണ്ടഡ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം ആ ഒരു ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു സാധനം അവിടെ കാണിക്കേണ്ടിയിരുന്നില്ല. അതില്ലാതെയും സ്റ്റോറി പോകുമായിരുന്നു. കോട്ടയം നസീറൊക്കെ ഇതിനെ അഭിനയിച്ചിട്ടുണ്ട്. പടത്തിനകത്ത് നമ്മുടെ സിദ്ദിഖൊക്കെ ഉണ്ട്, പിന്നെ നമ്മുടെ ധ്യാൻ ശ്രീനിവാസനുണ്ട്, അജു വർഗീസ് ഉണ്ട്. ഇവർക്കൊക്കെ ചെറിയ ചെറിയ റോളും കാര്യങ്ങളുണ്ട്. സിദ്ദിഖൊക്കെ അത്യാവശ്യം അവിടെ ഇവിടെ വന്ന് പോകുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ എനിക്കൊന്ന് കൂടി ഒരു 5 സീൻ അല്ലെങ്കിൽ ഒരു 4 സീൻ അത്രയൊക്കെ ഉള്ളൂ. അജു വർഗീസ് ഓൾമോസ്റ്റ് ക്ലോസ് ടു ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കാണ് വരുന്നത്. പിന്നെ അപർണദാസ് ആണ് നമ്മുടെ അർജുൻ അശോകന്റെ പേരായിട്ട് വരുന്നത്. എനിക്ക് നമുക്ക് ആ ഒരു ത്രില്ലിങ്ങിന്റെ ആ ഒരു അനുഭവം കിട്ടുന്നത് ഓൾമോസ്റ്റ് ക്ലോസ് ടു ക്ലൈമാക്സ് എടുത്തുന്നതിന് ഒരു 10-20 മിനിറ്റ് മുന്നേക്കാണ് നമുക്ക് ആ ഒരു ത്രില്ലിങ് സംഭവങ്ങളൊക്കെ കിട്ടി തുടങ്ങുന്നത്. ചില കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രിഡക്റ്റബിൾ ആണ്. ബട്ട് ക്ലൈമാക്സിലേക്ക് എത്തിയപ്പം ആ ഒരു കണക്ഷൻ വന്ന വഴിയും അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളും അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്കത് പ്രിഡക്റ്റബിൾ അല്ലായിരുന്നു. ബട്ട് എന്നാൽ പോലും നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം ഇതിങ്ങനെയൊക്കെ ആയിത്തീരും. പിന്നെ സൈജു കുറുപ്പായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും അത് ലാസ്റ്റിൽ ഇങ്ങനെ ആകും, അല്ലെങ്കിൽ ആദ്യം ഇങ്ങനെ ആയതുകൊണ്ട് അത് പിന്നീട് ഇങ്ങനെയൊക്കെ ആകും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറേയൊക്കെ നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റും. സോ ഒരു വൺ ഡേ വാച്ചബിൾ മൂവിയാണ്. ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ചുകൊണ്ട് ഭയങ്കര ത്രില്ലിങ് എക്സ്പീരിയൻസ് തരുന്ന ഒരു പടമായിരിക്കും, അല്ലെങ്കിൽ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെയുള്ള ഒരു ഇതൊന്നും വെക്കാണ്ട് നമ്മൾ അർജുൻ അശോകൻ്റെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ പടം കാണാം എന്നുള്ള രീതിക്ക് നിങ്ങൾ പോയി കണ്ടു നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.